നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജനത്തെ നട്ടം തിരിക്കുന്ന കൈക്കൂലി ബാധയ്ക്ക് കേരളത്തിൽ യാതൊരു ശമനവുമില്ലെന്ന് റിപ്പോർട്ട്. കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ ഈ വർഷം ഇതുവരെ സംസ്ഥാനത്ത് വിജിലൻസ് പിടിയിലായത് 50 സർക്കാർ ജീവനക്കാർ. കഴിഞ്ഞ ദിവസം മാന്നാറിൽ പിടിയിലായ ദേവസ്വം സബ് ഗ്രൂപ്പ് ഓഫീസറുടേതുൾപ്പെടെയാണ് 50 കേസുകൾ രജിസ്റ്റർ ചെയ്തത്. ഉദ്യോഗസ്ഥരും ഇടനിലക്കാരും ഉൾപ്പെടെ 68 പ്രതികളെയാണ് വിജിലൻസ് ഈ വർഷം അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. 17 കേസുകളുമായി റവന്യൂ വകുപ്പാണ് വിജിലൻസ് അറസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത്. 10 കേസുകളുമായി തദ്ദേശ സ്വയംഭരണം, 6 കേസുകളുമായി പോലീസ്, 3 വീതം കേസുകളുമായി വിദ്യാഭ്യാസം, KSEB എന്നിവരാണ് തൊട്ടുപിറകിൽ. മറ്റ് വിവിധ വകുപ്പുകളിലായി 11 കേസുകളുണ്ട്. മാന്നാർ കുട്ടംപേരൂർ കുന്നത്തൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ റിസീവറും തൃക്കുരട്ടി മഹാദേവ ക്ഷേത്രം സബ് ഗ്രൂപ്പ് ഓഫീസറുമായ ചെങ്ങന്നൂർ പാണ്ടനാട് സ്വദേശി ശ്രീനിവാസനെയാണ് ഇന്നലെ പിടികൂടിയത്. കുന്നത്തൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ പൂജകൾ നടത്തിയതിന് കൈക്കൂലിയായി 5000 വാങ്ങുന്നതിനിടയിലാണ് വിജിലൻസ് ഇയാളെ കയ്യോടെ പിടികൂടിയത്. മാന്നാർ സ്വദേശിയായ പരാതിക്കാരൻ വിവിധ പൂജകൾ ബുക്ക് ചെയ്യുന്നതിനായി ശ്രീനിവാസനെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. പൂജയ്ക്കായി ചെലവാകുന്ന തുകയും ദക്ഷിണയുടെ ചെലവും വഹിക്കണമെന്ന് ശ്രീനിവാസൻ പരാതിക്കാരനോട് ആവശ്യപ്പെട്ടു. പൂജകൾ നടത്തുന്നതിനുള്ള അനുമതി നൽകുകയും ചെയ്തിരുന്നു. തുടർന്ന് പൂജകൾക്കായി ക്ഷേത്രത്തിൽ ഫീസിനത്തിൽ 480 രൂപ അടച്ച് പൂജകൾ നടത്തുകയും ചെയ്തു. പൂജകൾക്കായി പരാതിക്കാരൻ 30,000 രൂപ ക്ഷേത്രത്തിൽ ചെലവാക്കിയിരുന്നു. ശ്രീനിവാസൻ പരാതിക്കാരനെ ഫോണിൽ ബന്ധപ്പെട്ട് പൂജകൾ നടത്തുന്നതിനുള്ള സൗകര്യം ചെയ്തു കൊടുത്തതിന് പ്രതിഫലമായി 5000 രൂപ കൈക്കൂലി വേണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ഇതിൽ പ്രതികരിക്കാതിരുന്ന പരാതിക്കാരനെ ശ്രീനിവാസൻ വീണ്ടും ഫോണിൽ ബന്ധപ്പെട്ട് 5000 രൂപ നൽകിയേ മതിയാവൂ എന്നും ഈ തുക തന്റെ ഗൂഗിൾ പേ അക്കൗണ്ടിലേക്ക് നൽകണമെന്നും പറഞ്ഞു. എന്നാൽ പരാതിക്കാരൻ ഈ വിവരം ആലപ്പുഴ വിജിലൻസ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിനെ അറിയിച്ചു. മാന്നാർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ പരാതിക്കാരനിൽ നിന്ന് 5000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ ശ്രീനിവാസനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കോട്ടയം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി ഇയാളെ റിമാൻഡ് ചെയ്തു. സംസ്ഥാനത്ത് വീണ്ടും കാട്ടാനക്കലി. നിലമ്പൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ കാട്ടാന ചവിട്ടി കൊലപ്പെടുത്തി. ടാപ്പിംഗ് തൊഴിലാളിയായ ജാർഖണ്ഡ് സ്വദേശി ചാരു ഒവറോണാണ് മരിച്ചത്. നിലമ്പൂർ അരയാട് റബ്ബർ എസ്റ്റേറ്റിൽ ഇന്ന് രാവിലെ 9:10 സംഭവം. ചാരു ടാപ്പിംഗിന് ശേഷം അരയാട് എസ്റ്റേറ്റിലെ താമസ സ്ഥലത്തേക്ക് മടങ്ങുന്നതിനിടയിലാണ് ആക്രമണം. റബ്ബർ മരത്തിനിടയിൽ നിൽക്കുകയായിരുന്ന കാട്ടാന അപ്രതീക്ഷിതമായി ആക്രമിക്കുകയായിരുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഇദ്ദേഹം മരിച്ചു. പിന്നീട് കാട്ടാന തോട്ടത്തിലൂടെ വനത്തിലേക്ക് കടന്നു. ആര്യങ്കോട്ട് കാപ്പ കേസ് പ്രതി പോലീസിനെ വെട്ടുകത്തിയുമായി ആക്രമിച്ചു. ഇതോടെ പ്രതിക്ക് നേരെ SHO വെടിയുതിർത്തെങ്കിലും ദേഹത്ത് കൊണ്ടില്ല. വെടിയുതിർത്തതോടെ പ്രതി ഓടി രക്ഷപ്പെട്ടെങ്കിലും ഇയാളെ പിന്നീട് പോലീസ് പിടികൂടി. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതി കൈലി കിരണാണ് പോലീസിനെ ആക്രമിച്ചത്. കാപ്പ കേസിൽ നാടുകടത്തിയ പ്രതി വീട്ടിൽ തിരിച്ചെത്തിയ വിവരം അറിഞ്ഞാണ് SHOയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതിയുടെ വീട്ടിലെത്തിയത്. മറ്റു മാർഗമില്ലാതെ വന്നപ്പോഴാണ് വെടിയുതിർത്തതെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം ആര്യങ്കോട്ട് നിന്ന് രക്ഷപ്പെട്ട കിരണിനെ കാട്ടാക്കടയിൽ നിന്ന് പോലീസ് പിടികൂടി. അഭിഭാഷകനെ കാണാൻ എത്തിയപ്പോഴാണ് കൈലി കിരൺ പിടിയിലായത്. പുതുക്കാട് വരന്തരപ്പള്ളി മാട്ടുമലയിൽ ഗർഭിണി ഭർത്തൃവീട്ടിൽ പൊള്ളലേറ്റ് മരിച്ച സംഭവത്തിൽ ഭർത്താവിനെതിരെ ഗുരുതര ആരോപണവുമായി യുവതിയുടെ കുടുംബം. അർച്ചന ഭർത്തൃവീട്ടിൽ കടുത്ത മാനസിക ശാരീരിക പീഡനങ്ങൾ അനുഭവിച്ചിരുന്നെന്നും കൊലപ്പെടുത്തിയതാണെന്നും കുടുംബം ആരോപിക്കുന്നു. മാട്ടുമല മക്കോത്ത് വീട്ടിൽ ഷാരോണിന്റെ ഭാര്യ അർച്ചനയാണ് കഴിഞ്ഞ ദിവസം തീ കൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മനക്കലക്കടവ് വെളിയത്തുപറമ്പിൽ ഹരിദാസിന്റെയും ജിഷയുടെയും മകളാണ് അർച്ചന. ആത്മഹത്യാ പ്രേരണാക്കുറ്റത്തിന് പോലീസ് ഷാരോണിനെ കസ്റ്റഡിയിലെടുത്തു. 7 മാസം മുൻപായിരുന്നു ഇരുവരുടെയും പ്രണയവിവാഹം. അന്നു മുതൽ വീട്ടുകാരുമായി ബന്ധപ്പെടാൻ അനുവദിക്കാറില്ലായിരുന്നുവെന്ന് അച്ഛൻ ഹരിദാസ് പറഞ്ഞു. വിവാഹത്തിൽ എതിർപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിലും മകൾ നല്ല നിലയിൽ ജീവിച്ചു കാണാൻ ആഗ്രഹിച്ചിരുന്നു. ഷാരോൺ സംശയത്തോടെയാണ് മകളെ കണ്ടിരുന്നതെന്നും ഫോൺ ഉപയോഗിക്കാൻ അനുവദിച്ചിരുന്നില്ലെന്നും കുടുംബം പറഞ്ഞു. ഒരിക്കൽ തല്ലിയത് ചോദ്യം ചെയ്തപ്പോൾ അർച്ചനയെ കൊല്ലുമെന്നും ആരും ചോദിക്കാൻ വരേണ്ടെന്നുമായിരുന്നു ഷാരോണിന്റെ പ്രതികരണമെന്നും അർച്ചനയുടെ സഹോദരി അനു ആരോപിച്ചു. തെരുവുനായ കുറുകെ ചാടിയതിനെ തുടർന്ന് ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് യുവാവ് മരിച്ചു. കീച്ചേരി ചിറക്കുറ്റി AKG സാംസ്കാരിക നിലയത്തിന് സമീപം താമസിക്കുന്ന വിനോദ് അജിത ദമ്പതികളുടെ മകൻ KV അഖിലാണ് മരിച്ചത്. പഴയങ്ങാടി പാപ്പിനിശ്ശേരി KSTP റോഡിൽ K കണ്ണപുരം പാലത്തിന് സമീപം ബുധനാഴ്ച രാത്രിയായിരുന്നു അപകടം. കണ്ണൂർ ഭാഗത്ത് നിന്ന് ചെറുകുന്നിലേക്ക് വരികയായിരുന്ന ബൈക്ക് നിയന്ത്രണം തെറ്റി മറിയുകയായിരുന്നു. റോഡിൽ തലയടിച്ചു വീണ് ഗുരുതരമായി പരിക്കേറ്റ അഖിലിനെ നാട്ടുകാർ പാപ്പിനിശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് ജീവനക്കാരനാണ് അഖിൽ. 20 ലക്ഷം കടം വാങ്ങിയിട്ട് തിരികെ നൽകാതെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവും നിർമ്മാതാവുമായ ബാദുഷ വഞ്ചിച്ചെന്ന് നടൻ ഹരീഷ് കണാരൻ. കടം വാങ്ങിയിട്ട് തിരികെ നൽകിയില്ലെന്ന് മാത്രമല്ല, സിനിമകളിൽ നിന്ന് തന്നെ മനഃപൂർവ്വം പുറത്താക്കാൻ ഇടപെട്ടെന്നും ഹരീഷ് ആരോപിച്ചു. 2 വർഷമായി തനിക്ക് ഒരു സിനിമ പോലും കിട്ടിയിട്ടില്ല. ഒരാഴ്ചയ്ക്കുള്ളിൽ തിരികെ നൽകാമെന്ന് പറഞ്ഞാണ് വാങ്ങിയത്. ചോദിക്കുമ്പോഴൊക്കെ ഓരോന്ന് പറഞ്ഞ് ഒഴിയുകയാണ്. ടൊവിനോ അഭിനയിച്ച ARMൽ വേഷമുണ്ടെന്നും ഡേറ്റ് വേണമെന്നും പറഞ്ഞ ബാദുഷ പിന്നെ ബന്ധപ്പെട്ടില്ല. എന്നാൽ ഹരീഷിന് ഡേറ്റില്ലെന്ന് പറഞ്ഞ് ബാദുഷ ARMന്റെ അണിയറക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു.
ടൊവിനോ പറഞ്ഞാണ് ഇക്കാര്യം അറിഞ്ഞതെന്നും ഹരീഷ് മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ തനിക്കെതിരെയുള്ള സിനിമാ താരം ഹരീഷ് കണാരന്റെ ആരോപണങ്ങൾ തള്ളി പ്രൊഡക്ഷൻ കൺട്രോളർ ബാദുഷ രംഗത്ത് വന്നു. സിനിമയിൽ താൻ ആരുടെയും അന്നം മുടക്കിയിട്ടില്ലെന്നും അന്നം നൽകുക മാത്രമേ ചെയ്തിട്ടുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. ARMൽ നിന്ന് സിനിമയുടെ പ്രൊഡ്യൂസറും സംവിധായകനുമാണ് ഹരീഷിനെ ഒഴിവാക്കിയത്. ഷൂട്ടിങ്ങിന് തുടർച്ചയായി 50 ദിവസത്തെ ഡേറ്റ് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം വഴങ്ങിയില്ല. ഇടയ്ക്ക് മറ്റ് പരിപാടികൾക്കോ സ്റ്റേജ് ഷോകൾക്കോ പോകരുതെന്നും പറഞ്ഞിരുന്നു. 5 ലക്ഷമായിരുന്നു പ്രതിഫലം വാഗ്ദാനം ചെയ്തത്. 15 ലക്ഷം വേണമെന്ന് ഹരീഷ് നിർബന്ധം പറഞ്ഞു. ഇക്കാരണങ്ങളാണ് ARMൽ നിന്ന് പുറത്താകാൻ ഇടയാക്കിയത്. ഹരീഷിന്റെ വെളിപ്പെടുത്തലുകളിൽ ചിലത് സത്യമാണ്, അതിനേക്കാൾ വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളാണ്. റേച്ചൽ എന്ന തന്റെ സിനിമയുടെ റിലീസ് അടുത്ത 12-നാണ്. അതിനുശേഷം ഹരീഷിന്റെ ആരോപണങ്ങൾക്കെതിരെ വിശദമായ മറുപടിയും നിയമപരമായ നടപടികളും സ്വീകരിക്കുമെന്നും ബാദുഷ പറഞ്ഞു. ടാറ്റ മോട്ടോഴ്സിന്റെ പെരുമ കേട്ട ടാറ്റ സിയാറ പ്രീമിയം മിഡ് SUV-യായി വിപണിയിലെത്തുന്നു. 11.49 ലക്ഷം രൂപയാണ് പ്രാരംഭ എക്സ് ഷോറൂം വില. ഡിസംബർ 16-ന് ബുക്കിംഗ് ആരംഭിക്കും. സുരക്ഷയുടെ കാര്യത്തിൽ മിന്നും താരമാണ് സിയാറ എന്ന് കമ്പനി പറയുന്നു. ടാറ്റ നെക്സൺ, പഞ്ച് തുടങ്ങിയവയിൽ ഇഴചേർത്ത സുരക്ഷ സിയാറയിൽ എത്തുമ്പോൾ പുതിയ തലത്തിൽ ഉറപ്പാക്കുകയാണ് ടാറ്റ. അതിനായി 2 പുതിയ SUV-കൾ തമ്മിൽ കൂട്ടിയിടിപ്പിച്ച് പരീക്ഷണം നടത്തിയതിന്റെ വീഡിയോ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് ടാറ്റ. മറ്റു വസ്തുക്കളിൽ ഇടിപ്പിച്ച് പരീക്ഷണങ്ങൾ നടത്താറുണ്ടെങ്കിലും 2 വാഹനങ്ങൾ തമ്മിൽ ഇടിപ്പിച്ച് സുരക്ഷാ പരിശോധന ആദ്യമാണെന്ന് ടാറ്റ പറയുന്നു. ജനുവരി 15 മുതൽ വാഹനത്തിന്റെ വിതരണം തുടങ്ങും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ AICCക്കും പ്രിയങ്ക ഗാന്ധിക്കും പരാതി നൽകി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജ്ന B. സജൻ. വനിതാ നേതാക്കളെ ഉൾപ്പെടുത്തി അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച് ഇരയാക്കപ്പെട്ട പെൺകുട്ടികളെ നേരിൽ കണ്ട് വിഷയം ഗൗരവത്തോടെ ചർച്ച ചെയ്യണമെന്നതാണ് സജ്നയുടെ പരാതിയിലെ ആവശ്യം. പാർട്ടി തലത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടാണ് പരാതി. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് സജ്ന ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചിരുന്നു. മുൻ KPCC പ്രസിഡന്റ് K. സുധാകരൻ രാഹുലിനെ പരസ്യമായി പിന്തുണച്ച് രംഗത്തെത്തിയതിനിടെയാണ് വനിതാ നേതാവ് തന്നെ പാർട്ടിക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഇതിനിടെ രാഹുലിന് ശക്തമായ പിന്തുണയുമായി സുപ്രീം കോടതി അഭിഭാഷക അഡ്വക്കേറ്റ് ദീപ ജോസഫ് രംഗത്ത് വന്നു. പരാതിക്കാരിക്കെതിരായ തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്നും രാഹുലിനെതിരെ മാധ്യമ വിചാരണ തുടർന്നാൽ അവ പുറത്തുവിടുമെന്നും ദീപ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം അടുത്ത മാസം തിരുവനന്തപുരത്തേക്ക് എത്തും. ശ്രീലങ്കയ്ക്കെതിരായ T20 പരമ്പരയ്ക്കാണ് ടീം തിരുവനന്തപുരത്ത് എത്തുക. 5 മത്സരങ്ങളുടെ പരമ്പരയിൽ 3 മത്സരങ്ങൾക്ക് തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വേദിയാകും. തിരുവനന്തപുരത്ത് ഡിസംബർ 26, 28, 30 ദിവസങ്ങളിലാണ് മത്സരങ്ങൾ. ആദ്യ 2 മത്സരം വിശാഖപട്ടണത്ത് നടക്കും. ലോകകപ്പ് ജയത്തിനു ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യ പരമ്പരയാണിത്. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിച്ചു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.